എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. തണ്ണിമത്തൻ്റെ തൊണ്ട് കൊണ്ട് ഒരു തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാനൊരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇപ്പോൾ തയ്യാറാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവാം. കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. അത്ര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. തണ്ണിമത്തൻ്റെ തൊണ്ടാണെന്നൊന്നും നമുക്കറിയേയില്ല. ശരിക്കും എനിക്ക് തോന്നിയത് നമ്മുടെ പടവലങ്ങയൊക്കെ തോരൻ വയ്ക്കില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ തൊണ്ടിന് കുറച്ചൊരു കട്ടി എനിക്ക് തോന്നി. അതുകൊണ്ട് പടവലങ്ങയൊക്കെ തോരൻ വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം ഒന്ന് വേവാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടു നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ ഇതുകൊണ്ട് മസാലക്കറി തയ്യാറാക്കിയത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അത് എന്തായാലും തയ്യാറാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു തണ്ണിമത്തങ്ങ വാങ്ങിക്കുമ്പം നല്ല വലുതായിരിക്കും. നമ്മൾ എന്തിനല്ലേ വെറുതെ ഇതൊക്കെ വേസ്റ്റ് ചെയ്ത് കളയണേ. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാമല്ലോ. പിന്നെ എന്നും കഴിക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ കൂട്ടി നമുക്ക് ഊണ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യും, പക്ഷെ ചിലപ്പോൾ എന്തോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നതായിരിക്കും. ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇത് നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാവാം കേട്ടോ. ഞാനിതിപ്പോൾ കൈ കൊണ്ട് കട്ട് ചെയ്യുന്നതിനുള്ളൂ. പിന്നെ അരിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് നുറുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇതുപോലെ നുറുക്കിയെടുക്കണം. ഇപ്പം ഞാനതെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തോരൻ വെച്ച് കഴിയുമ്പം ഇത്രയും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് നാളികേരം വേണം. ഞാൻ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, വലിയ പച്ചമുളകായിരുന്നു, എരിവുള്ളതായതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ സവാള ഞാൻ ഇതിനകത്തേക്ക് ചേർക്കണില്ല കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ജീരകം ചേർക്കണമെങ്കിൽ ചേർക്കാം. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കാത്ത. ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ തോരനല്ലേ തയ്യാറാക്കുന്നത്. മെഴുക്കുവരട്ടിക്കൊക്കെയാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചപ്പോഴും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചിലവർ ഇതിനകത്ത് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ വെളുത്തുള്ളി ചേർത്തോളൂ. നമ്മൾ നാളികേരം ചതക്കില്ലേ, അപ്പോൾ ചേർത്തോളൂ കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തണ്ണിമത്തൻ്റെ തൊണ്ട് മാത്രമല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ കുറച്ച് ഞാനൊരു മാംസ ഭാഗം ഉണ്ടല്ലോ, അതുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. ആ തൊണ്ട് മാത്രം അങ്ങ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കതൊന്ന് കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതൊന്നും വേവിക്കുന്നില്ല അല്ലേ. കുക്കറിലൊന്നും വേവിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അതങ്ങ് വല്ലാണ്ടായിപ്പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ആവി വെള്ളത്തിലും, ഇനി വേണമെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തളിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചൂടാണ്. മുളക് പൊടി പൊതുവേ കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക്. ഇപ്പോൾ ഉണ്ടാക്കുന്ന തോരനെല്ലാം ഇതുപോലെ പച്ചമുളക് ചേർത്തിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കുക മാക്സിമം. പിന്നെ അതുപോലെ തന്നെ തൈരൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. തൈരല്ല, ശരിക്കും മോര്, ഒരു സംഭാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പം അതൊക്കെ കൂട്ടിയിട്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയൊക്കെ ആയിട്ട് നമ്മൾ ഊണ് കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് അങ്ങോട്ട് വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാത്തതാണ് നല്ലത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴും ദഹിക്കാനൊക്കെ ഒരുപാട് പ്രയാസമുള്ള സമയമാണ് നമുക്ക് ഈ ചൂട് കാലമല്ലേ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കാനായിട്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിതിനകത്തേക്ക് ഒരുപാട് ഓയിൽ ചേർക്കുന്നില്ല, വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. അതിൻ്റെ ആവി വെള്ളം വീണിട്ടാണ് കേട്ടോ വെന്ത് കിട്ടുന്നത്.
ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 2-3 പ്രാവശ്യം ഞാൻ ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല. ആദ്യം ചേർത്ത് കൊടുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ തയ്യാറാക്കിയെടുത്തത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ആദ്യം തയ്യാറാക്കിയപ്പം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തായിരുന്നു. ഇതിപ്പോൾ ആവി വെള്ളം വീണിട്ട് തന്നെ എനിക്ക് വെന്ത് കിട്ടിയായിരുന്നു. ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് നോക്കി. ഇപ്പം നമ്മുടെ ഈ തോരൻ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തോരൻ റെഡിയായിട്ടല്ല, അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സമയം എനിക്ക് എടുത്തു അത് വെന്ത് കിട്ടാനായിട്ട്. അല്ലാതെ നമ്മുടെ പടവലങ്ങയും അതുപോലെ തന്നെ പാവയ്ക്കയൊക്കെ തോരൻ വയ്ക്കുന്ന അത്ര എളുപ്പത്തിൽ എനിക്കത് കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ ഇതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ എടുക്കണം, കാരണം എന്നാലാണ് ഈ തോരൻ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ സവാള ചേർക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആവാം. അതായത് നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഞാൻ സവാള ചേർത്തില്ല, ചെറിയുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോഴാണല്ലോ കുറച്ച് ടേസ്റ്റ് കിട്ടുക, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളിയും ജീരകവും ചേർക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആവാം. ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും ജീരകത്തിൻ്റെ ടേസ്റ്റ്. ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ്, പക്ഷേ എനിക്കെന്തോ അത്ര താല്പര്യമില്ല ജീരകത്തിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ കറികളിൽ ചേർക്കും, പക്ഷേ സാധാരണ എല്ലാവരും ചേർക്കണേക്കാളും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ കറികളിൽ ചേർക്കാറുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരുപാട് സമയമൊന്നും അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് അത്രയും മതിയാകും. നാളികേരമല്ലേ, പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വലിഞ്ഞ രീതിയിൽ എടുക്കണം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുമ്പം ഒന്നും കൂടി ആവി വെള്ളം അതിനകത്തേക്ക് വീണിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് തീ നന്നേ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഒരുപാട് സമയം വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. ഞാൻ ദാ ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. നമ്മുടെ ആ ഒരു തീക്കകത്ത് തന്നെ വയ്ക്കണം. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇതൊരു പാത്രത്തിനകത്തേക്ക് അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കാനായിട്ട് ആരും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.